ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നു മുതൽ നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ ഇന്ന് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് നാം വായിക്കുന്നു. 3 തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് കർത്താവിന് പിശാചിൽ നിന്നും ഉണ്ടായത്. ഒന്നാമതായി, നീ ദൈവപുത്രൻ ആണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക എന്ന് പറഞ്ഞ് പിശാച് ഈശോയെ പരീക്ഷിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കല്ലുകളെ അപ്പമാക്കാൻ കർത്താവിന് കഴിയില്ലേ? തീർച്ചയായും കഴിയും. കല്ലുകളുടെ പ്രത്യേകത എന്താണ്? അത് വളരെ കട്ടിയുള്ളതാണ്, പരുപരുത്തതാണ്. അപ്പത്തിൻ്റെ പ്രത്യേകതയോ വളരെ മൃദുവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് കയറാൻ പറ്റില്ലാത്ത രീതിയിൽ കട്ടിയുള്ള ഹൃദയം കൊണ്ടാകാം നാം ജീവിക്കുന്നത്. പാപങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ കട്ടിയുള്ളതാക്കി തീർത്തിട്ടുണ്ടാകാം. എൻ്റെ ജീവിതത്തിൽ കല്ലുപോലെ ശക്തമായ കട്ടിയായ തിന്മകൾ, തഴക്കദോഷങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. ആ ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് കർത്താവിൻ്റെ വചനം കടത്തിവിടാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് കല്ലുപോലെ കട്ടിയുള്ള ഹൃദയങ്ങളെ അപ്പം പോലെ മൃദുവാക്കി തീർക്കുവാനുമായിട്ടുള്ള ഒരു വലിയ ക്ഷണമാണ് ഈ നോമ്പുകാലത്ത് കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. അതിനാൽ നമ്മുടെ ഹൃദയങ്ങളെ മൃദുവാക്കിക്കൊണ്ട് ജീവിതത്തെ നവീകരിക്കാൻ ഒരു തീരുമാനമെടുക്കാം. കല്ലുപോലെ കട്ടിയായ ഹൃദയം കൊണ്ടാണോ ഞാൻ നടക്കുക? അവിടേക്ക് കർത്താവിനെ ക്ഷണിക്കുമ്പോൾ അത് അപ്പം പോലെ മൃദുവായിത്തീരും. അതിന് ഈ നോമ്പുകാലം സഹായകരമാകട്ടെ. രണ്ടാമതായി, പിശാച് ഉയർന്ന സ്ഥലത്തേക്ക് കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതായി നമുക്ക് കാണാം. അധികാരങ്ങളും മഹത്വങ്ങളും അവന് വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉയർന്ന സ്ഥാനങ്ങൾ, ഉയർന്ന സ്ഥലങ്ങൾ, പദവികൾ അലങ്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം. എൻ്റെ ജീവിതത്തിലെ ഉയർന്ന സ്ഥലങ്ങളെ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുക? മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. ഒരു ക്രിസ്ത്യാനി എപ്പോഴും മനുഷ്യപുത്രനെ പോലെ ശുശ്രൂഷകൻ ആകേണ്ടവനാണ്. അതിനാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു ശുശ്രൂഷകനാകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരു മാതാവിൻ്റെ സ്ഥാനമാകാം, പിതാവിൻ്റെ സ്ഥാനമാകാം, ഒരു നായകൻ്റെ സ്ഥാനമാകാം, ഒരു അധികാരിയുടെ സ്ഥാനമാകാം, ഒരു അധ്യാപകൻ്റെ സ്ഥാനമാകാം. അങ്ങനെ ഏതവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുക, ആ സ്ഥലത്ത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും അവർക്ക് സേവനം ചെയ്യുവാനുമായിട്ടുള്ള വിളിയാണ് നമുക്ക് ഈ നോമ്പുകാലത്തിൽ കർത്താവ് തരിക. എൻ്റെ ജീവിതത്തിലെ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും താഴേക്ക് വരുവാനും മറ്റുള്ളവരെ എൻ്റെ കൂടെ മുകളിലേക്ക് ഉയർത്താനും എനിക്ക് കഴിയുന്നുണ്ടോ? ഈ കാലം ആ പരിശ്രമങ്ങൾക്കുള്ള സമയമായി മാറട്ടെ. മൂന്നാമതായി, നീ ദൈവപുത്രൻ ആണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക എന്നാണ് പിശാച് പറയുക. ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് പിശാചിൻ്റെ വാഗ്ദാനമാണ്, നിന്റെ കാലുകൾ തട്ടാതെ നിന്നെ മാലാഖമാർ കാത്തുകൊള്ളും. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുള്ള വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോ ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നത്. മോഹന വാഗ്ദാനങ്ങൾ നൽകി എൻ്റെ കൂടെയുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് താഴേക്ക് ചാടാനുള്ള പ്രവണത ഞാൻ നൽകാറുണ്ടോ? അവരെ തിന്മയിലേക്ക് നയിക്കാൻ ഞാൻ കാരണമാകാറുണ്ടോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6-ാം വചനം ഇപ്രകാരം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കുഴികളിൽ ചാടിക്കുന്നവരാകാതെ നന്മയിലൂടെ ഒരു മാലാഖിയെപ്പോലെ മറ്റുള്ളവരെ നയിക്കുന്നവരാകാൻ ഈ നോമ്പുകാലം നമുക്ക് ഉപകരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ ജീവിതം നവീകരിക്കുന്നതിന്,
മറ്റുള്ളവരെ ഉയർത്തുന്നതിന്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൂടെ നടന്ന് അവരെ നയിക്കുന്നതിന് ഒരവസരമായി ഈ നോമ്പുകാലം മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.